വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ലക്കിടി ചുരം 14 കിലോമീറ്ററോളം നീളമുള്ള 9 ഹെയർപിൻ വളവുകളാൽ സമ്പന്നമാണ്. ഇന്ന് ഈ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, അതിന്റെ ആകർഷണത്തിൽ മുഴുകുമ്പോൾ, അതിനു പിന്നിലെ യഥാർത്ഥ യോദ്ധാവിനെ ഓർക്കാതെ പോകാനാവില്ല. അതാണ് കരിന്തണ്ടൻ. ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലെ സുഗന്ധ വസ്തുക്കളും മറ്റു കയറ്റുമതി സാധനങ്ങളും താഴ്വരകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു പാത ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ മലകളെയും കാടുകളെയും തരണം ചെയ്യാനാവാത്ത അവസ്ഥയിലായിരുന്നു അവർ. ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് അവരുടെ ശിങ്കിടിമാരായിരുന്ന നാടൻ സായിപ്പുമാരാണ് മൃഗങ്ങളോടൊപ്പം മലമുകളിലേക്ക് പറന്നു കയറുന്ന കരിന്തണ്ടന്റെ കാര്യം പറഞ്ഞു കൊടുത്തത്. ആദിവാസി സമൂഹത്തിൽ വളർന്ന കരിന്തണ്ടൻ മലകളെയും കാടുകളെയും തന്റെ സ്വന്തം കയ്യിലെന്ന പോലെ അറിയുന്നവനായിരുന്നു. തന്റെ ജന്മനാടിനായി അങ്ങനെ ഒരു പാത നിർമ്മിക്കാനുള്ള സഹായം ചെയ്യാൻ അങ്ങനെ കരിന്തണ്ടൻ തയ്യാറായി. കഠിന പ്രയത്നത്തിലൂടെ ലക്കിടി ചുരം അങ്ങനെ പിറവിയെടുത്തു. പാത പൂർത്തിയായപ്പോൾ കരിന്തണ്ടന്റെ ത്യാഗത്തിന് പ്രതിഫലമായി ലഭിച്ചത് വെടിയുണ്ടയായിരുന്നു. ബ്രിട്ടീഷുകാർ തന്ത്രപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ വഞ്ചിച്ച് വധിച്ചതായാണ് പരമ്പരാഗതമായ വിശ്വാസം. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ ചുരത്തിന്റെ ഓരോ വളവിലെയും മണ്ണിൽ പതിയിരിക്കുന്നു. ഇന്നും ലക്കിടി ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചങ്ങല ചുറ്റിയ മരം ശ്രദ്ധയിൽപ്പെടും. ആദിവാസികൾ കരിന്തണ്ടന്റെ ആത്മാവ് ഈ ചങ്ങല മരത്തിൽ തളച്ചു വെച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കാറ്റിന്റെ ഇളം തണുപ്പിൽ, മലമഞ്ഞിലും ചുരത്തിന്റെ താളങ്ങളിലും അവന്റെ സാന്നിധ്യം ഇന്നും ജീവിക്കുന്നു. ഇന്ന് നാം ലക്കിടി ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കരിന്തണ്ടന്റെ ത്യാഗം ഓർക്കുക. അത് വെറും ഒരു പാതയല്ല, ഒരുവന്റെ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും രക്തസാക്ഷിത്വമാണ്.